അങ്ങനെ മൂന്നാം തവണയും നമ്മുടെ നരേന്ദ്രമോദി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ നരേന്ദ്രമോദി ജയിച്ചു, സന്തോഷം. 2 മലയാളികൾ മന്ത്രിസഭയിലുണ്ട്, അതിനേക്കാൾ സന്തോഷം. പക്ഷേ പണി കിട്ടിയത് നമ്മൾ PSC ഉദ്യോഗാർത്ഥികൾക്കാണ്. കാരണം എന്തേ? നമുക്ക് ഈ പറയുന്ന മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളെയും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെയും വളരെ കൃത്യമായി പഠിക്കണം. കാരണം ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷയിലും കൃത്യമായി ഇതിൽ നിന്ന് 1-2 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കിന്ന് ഈ വീഡിയോയില് വളരെ സിമ്പിൾ ആയിട്ട് ചില കോഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നരേന്ദ്രമോദി കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രികളെയും അവരുടെ വകുപ്പുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളിലും നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയും മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്ന ആര് തന്നെയാണ്? നരേന്ദ്രമോദി തന്നെയാണ്. ഓക്കെ, അപ്പൊ നരേന്ദ്രമോദി ഈ പറയുന്ന കേന്ദ്ര മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്നെന്ന് പറയുന്നത് പ്രധാനമന്ത്രി എന്ന് പറയുന്ന വകുപ്പ് തന്നെയാണ്. കൂടാതെ പേഴ്സണൽ മന്ത്രാലയം, പബ്ലിക് പരാതികളും പെൻഷനുകളും, അറ്റോമിക എനർജി വകുപ്പ്, ബഹിരാകാശ വകുപ്പ്, കൂടാതെ ബാക്കിയുള്ള എല്ലാ ഇന്ത്യയും ബാക്കി രാജ്യങ്ങളുമായിട്ടുള്ള നയപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇദ്ദേഹമാണ്. കൂടാതെ മന്ത്രിമാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത ചില പോർട്ട്ഫോളിയോകളുണ്ട്. അപ്പൊ ആ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന ആര് തന്നെയാണ്? നരേന്ദ്രമോദി തന്നെയാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് പ്രധാനമന്ത്രി, പേഴ്സണൽ മന്ത്രാലയം, പബ്ലിക് പരാതികളും പെൻഷനുകളും, അറ്റോമിക എനർജി വകുപ്പ്, ബഹിരാകാശ വകുപ്പ്. അറ്റോമിക് എനർജി വകുപ്പ്, ബഹിരാകാശ വകുപ്പ്, പബ്ലിക് പരാതികളും പെൻഷനുകളും, അതുപോലെ പേഴ്സണൽ മന്ത്രാലയം, പ്രധാനമന്ത്രി, ഇതൊക്കെ ആരാണ്? നമ്മുടെ നരേന്ദ്രമോദിയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ബാക്കി മന്ത്രിമാരിലേക്ക് പോകാം. പക്ഷേ 2 പേരെ നമ്മൾ അതിന് മുന്നേ പരിചയപ്പെടണം. കാര്യം ഇവർ 2 പേരും മലയാളികളാണ്, നമ്മുടെ അഭിമാനമാണ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ വ്യക്തി സ്വാഭാവികമായിട്ട് ആര് തന്നെയാണ്? ഈ തൃശ്ശൂർ ഞാനിങ് എടുക്കുക, ആരാ? സുരേഷ് ഗോപി തന്നെയാണ് അല്ലെ. അപ്പോ നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രിയാണ്. ഏതൊക്കെ വകുപ്പുകളാണ് നമ്മുടെ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാമോ? മന്ത്രി, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന 2024 നമ്മുടെ നരേന്ദ്രമോദി 3.0 കേന്ദ്ര സർക്കാരിനകത്തുള്ള മന്ത്രാലയത്തിലെ സഹമന്ത്രി എന്ന് പറയുമ്പോൾ പെട്രോളിയത്തിന്റെയും പ്രകൃതി വാതകത്തിന്റെയും ഒപ്പം നമ്മുടെ ടൂറിസം മന്ത്രാലയത്തിന്റെയും സഹമന്ത്രിയാണ് സുരേഷ് ഗോപി കേട്ടോ. എന്തൊക്കെയാണ്? പെട്രോളിയത്തിന്റെയും പ്രകൃതിവാതകത്തിന്റെയും കൂടാതെ ടൂറിസം വകുപ്പിന്റെയും സഹമന്ത്രിയാണ് ആര്? സുരേഷ് ഗോപി. ഓക്കെ, കൂടാതെ ഒരു വ്യക്തി കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജോർജ് കുര്യൻ കേട്ടോ. അപ്പോ നമ്മുടെ സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ എന്നുവെച്ചാൽ നമ്മുടെ നിലവിലത്തെ കേന്ദ്ര മന്ത്രിസഭയ്ക്കകത്തുള്ള 2 മലയാളികൾ. ഓക്കെ, ഈ ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ കാര്യങ്ങളുടെ സഹമന്ത്രിയാണ്. ഇതിന്റെയൊക്കെയാണ് ന്യൂനപക്ഷ കാര്യങ്ങളുടെ സഹമന്ത്രിയാണ്. ഒപ്പം നമ്മുടെ മത്സ്യബന്ധനം, അതുപോലെ തന്നെ മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം, ഇതിന്റെയൊക്കെ സഹമന്ത്രിമാര് തന്നെയാണ് ജോർജ് കുര്യനാണ്. ഓക്കെ, അപ്പൊ ഏതിന്റെയൊക്കെയാണ്? ന്യൂനപക്ഷ കാര്യങ്ങളുടെ മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയാണ്, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, അതുപോലെ തന്നെ ക്ഷീരോത്പാദനത്തിന്റെയൊക്കെ സഹമന്ത്രിമാരാണ് ജോർജ് കുര്യനാണ്. അപ്പൊ 2 മലയാളികൾ ഓക്കെയാണ്, നമ്മുടെ പ്രധാനമന്ത്രിയും ഓക്കെയാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരിലേക്ക് തന്നെ കിടക്കാം. അതിനകത്ത് 2ാമത്തെ വ്യക്തി എന്ന് പറയുന്ന ആരാണ്? അമിത് ഷാ ആണ്. നമുക്കറിയാം ആഭ്യന്തരം സ്വാഭാവികമായും മോദി സർക്കാരിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന ആര് തന്നെയായിരിക്കും? അമിത് ഷാ ആണ് അല്ലെ. കഴിഞ്ഞ 2 പ്രാവശ്യവും അമിത് ഷാ തന്നെയായിരുന്നു നമ്മുടെ ആഭ്യന്തരമന്ത്രി. അതിനുശേഷം നമുക്ക് നോക്കാനുള്ള പരിചയപ്പെടാനുള്ള വ്യക്തി എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ്. നമുക്കറിയാം നല്ലൊരു ഡിഫൻസ് മിനിസ്റ്റർ ആണ് ആര്? രാജ്നാഥ് സിംഗ് അല്ലെ. അപ്പൊ പ്രതിരോധം കൈകാര്യം ചെയ്യുന്ന നിലവിലത്തെ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ രാജ്നാഥ് സിംഗ് ആണ്. നമുക്കറിയാം ഒരു മന്ത്രിസഭയിൽ ഒരു രാജാവിന് മാത്രമേ പ്രതിരോധം അല്ലെങ്കിൽ ഡിഫൻസ് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഒരു രാജാവ് തന്നെയാണ് പ്രതിരോധം കൈകാര്യം ചെയ്യുന്നത്. ആ രാജാവിന്റെ പേരാണ് രാജ്നാഥ് സിംഗ് അല്ലെ, രാജ്നാഥ് സിംഗ്. ഓക്കെ അല്ലെ. അപ്പോ അടുത്ത വ്യക്തിയിലേക്ക് നമുക്ക് പോവാം. അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ധനകാര്യം. നമുക്കറിയാം ധനകാര്യം സ്വാഭാവികമായി കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ വകുപ്പ് വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നമ്മുടെ നിർമ്മല സീതാരാമൻ തന്നെയാണ് അല്ലെ. നിർമ്മല സീതാരാമനാണ് ധനകാര്യം കൈകാര്യം ചെയ്യുന്നത്. ഇതുവരെ ഒന്നും വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. ഓക്കെ, അടുത്ത വ്യക്തിയിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ആരോഗ്യമാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ പേര് JP നഡ്ഡ എന്നാണ്. എന്താണ്? JP നഡ്ഡ. നമുക്കറിയാം വെറുതെ കുത്തിയിരിക്കുന്ന ഒരാൾക്ക് ആരോഗ്യം ഉണ്ടാവുമോ?
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ എന്ത് ചെയ്യാണ്? ടിവിയുടെ മുമ്പിൽ, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചു നേരമൊക്കെ നമ്മൾ റോഡിൽ കൂടിയൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്കവിടെ ആരോഗ്യം കിട്ടും. നടക്കുകയാണെങ്കിൽ നമുക്കവിടെ ആരോഗ്യം കിട്ടും അല്ലെ? അപ്പോ JP നഡ്ഡ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. JP നഡ്ഡ. ഓക്കെ, BJPയിലെ നഡ്ഡ. ഓക്കെ, നഡ്ഡയാണ് ആരോഗ്യം കൈകാര്യം ചെയ്യുന്നത്. ഇനി മറക്കത്തില്ലല്ലോ, നടന്നാൽ ആരോഗ്യം കിട്ടും. സോ ഇവിടെ എന്താണ്? ആരോഗ്യ വകുപ്പ് മന്ത്രി നമ്മുടെ JP നഡ്ഡയാണ്. ഓക്കെ, അപ്പോ എന്നാൽ കേരളത്തിലാണെങ്കിലോ നടന്നിട്ട് മൂക്കടിച്ച് വീണാൽ നമ്മുടെ ആരോഗ്യം പോവും അല്ലെ? വീണാൽ ആരോഗ്യം പോവും. നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? വീണ ജോർജ് ആണ് അല്ലെ? അതും അറിയാം. ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വ്യക്തിയിലേക്ക് പോവാം. അടുത്ത വ്യക്തി എന്ന് പറയുന്നത് നമുക്കറിയാം ജയശങ്കർ. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം കൈകാര്യം നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ആര് തന്നെയാണ്? നമ്മുടെ S ജയശങ്കർ ആണ് അല്ലെ? S ജയശങ്കർ നല്ലൊരു നയതന്ത്രജ്ഞൻ കൂടി തന്നെയാണ്. അപ്പോ S ജയശങ്കർ എന്താണ്? വിദേശകാര്യം. നമ്മളിപ്പോ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പേരും ഇദ്ദേഹത്തിന്റെ തന്നെയാണ്. വിദേശകാര്യ മന്ത്രി എന്ന് പറയുന്ന ആരാണ്? S ജയശങ്കർ ആണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നിതിൻ ഗഡ്കരി. നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുന്നതാണ് നിതിൻ ഗഡ്കരി കേട്ടോ. അപ്പൊ നിതിൻ ഗഡ്കരി ആരാണ്? ഗതാഗതം. ഓക്കെ, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഗഡ്കരി ഗതാഗതം ആ ഒരു ഫസ്റ്റ് ലെറ്റർ വെച്ച് ലിങ്ക് ചെയ്താൽ മതി. നിതിൻ ഗഡ്കരി ഗതാഗതം അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്താൽ അതും മറക്കത്തില്ല. എളുപ്പമല്ലേ? അടുത്ത വ്യക്തിയിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത വ്യക്തി എന്ന് പറയുന്ന ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ ആണ്. ധർമ്മേന്ദ്ര പ്രധാൻ നമുക്കറിയാം, ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ്, ഇപ്പോൾ അതിപ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായാലും PSC പഠിക്കുന്ന കുട്ടികളായാലും ആരായാലും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത് എന്താണ്? ധർമ്മം പ്രദാനം ചെയ്യാനുള്ള അല്ലെങ്കിൽ ധർമ്മം നടപ്പിലാക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മൈൻഡിലേക്ക് ഒരു ധർമ്മം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? അല്ലെങ്കിൽ ആൾക്കാരുടെ ഉള്ളിൽ ഒരു ധർമ്മബോധം ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോ ധർമ്മം പ്രദാനം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് അത്യാവശ്യമാണ്? വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമാണ്. സോ ധർമ്മേന്ദ്ര പ്രധാനാണ് നിലവിലത്തെ വിദ്യാഭ്യാസ മന്ത്രി. സിമ്പിൾ അല്ലേ? ഇങ്ങനെ പഠിച്ചിരുന്നാൽ മതി. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ആൾക്കാരെ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാം. ആദ്യം പറഞ്ഞ ആരാണ്? നമ്മുടെ നരേന്ദ്രമോദി തന്നെയാണ്. ഏതൊക്കെയാണ്? പേഴ്സണൽ മന്ത്രാലയം, പബ്ലിക് പരാതി പെൻഷൻ, അറ്റോമിക് എനർജി വകുപ്പ്, ബഹിരാകാശ വകുപ്പ്. സുരേഷ് ഗോപി നമുക്കറിയാം പെട്രോളിയത്തിന്റെയും പ്രകൃതിവാതകത്തിന്റെയും ടൂറിസത്തിന്റെയും സഹകാര്യം അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാണ് അല്ലെ? സഹമന്ത്രിയാണ്. നമുക്കറിയാം ജോർജ് കുര്യൻ സഹമന്ത്രിയാണ്. ഏതിന്റെയൊക്കെയാണ്? മത്സ്യബന്ധനം, അതുപോലെ തന്നെ മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം, കൂടാതെ ന്യൂനപക്ഷ കാര്യങ്ങളുടെ സഹമന്ത്രിയാണ് ആര്? നമ്മുടെ ജോർജ് കുര്യൻ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറഞ്ഞു ആഭ്യന്തരം അമിത്ഷായാണ്. പ്രതിരോധം രാജാവ് രാജ് സിംഗ് ആണ്. നിർമ്മല സീതാരാമൻ വർഷങ്ങളായി ധനകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ S ജയശങ്കർ നല്ലൊരു നയതന്ത്രജ്ഞനാണ് വിദേശകാര്യം. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? നിതിൻ ഗഡ്കരി ഗതാഗതം അല്ലെ? ഗതാഗതം ഗഡ്കരിയാണ്. പിന്നെ പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പൊ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മനസ്സിൽ ധർമ്മം പ്രദാനം ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി നമുക്ക് നോക്കാം അടുത്ത വ്യക്തി എന്ന് പറയുന്നത് പീയൂഷ് ഗോയലാണ് അല്ലെ? പീയൂഷ് ഗോയൽ എന്ന് പറയുന്നത് എന്താണ്? വാണിജ്യമാണ്. വാണിജ്യം എന്ന് പറഞ്ഞാൽ ട്രേഡ് ആണ്. ഓക്കെ, നമുക്കറിയാം ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം? സാധനങ്ങളൊക്കെ ഗോ, അതുപോലെ തന്നെ ഇൻ അല്ലെ? സാധനങ്ങൾ പുറത്തോട്ട് ഗോ ചെയ്യുന്നതും അകത്തോട്ട് ഇൻ ചെയ്യുന്നതും എന്ത് തന്നെയാണ്? വാണിജ്യമാണ്, ട്രേഡ് ആണ്. അപ്പോൾ നമുക്ക് പീയൂഷ് ഗോയൽ പോകാൻ പറയാണ്. ഇപ്പൊ വാണിജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഗോ പറഞ്ഞു വിടുന്നു അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ ലിങ്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പീയൂഷ് ഗോയലിനെ വെച്ചുകൊണ്ട് വാണിജ്യത്തിന് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ പീയൂഷ് ഗോയൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? വാണിജ്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് കൂടി ഇട്ടേക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വ്യക്തിയിലേക്ക് കിടക്കാം. അടുത്ത വ്യക്തി എന്ന് പറയുന്നത് രാം മോഹൻ നായിഡു ആണ്. ആരാണ്? റാം മോഹൻ നായിഡു, വ്യോമയാൻ. ഓക്കെ, അപ്പൊ റാം മോഹൻ നായിഡു എന്ന് പറയുന്നത് വ്യോമയാനമാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. റാം മോഹൻ നായിഡു എന്ന് പറയുന്ന ഏത് വകുപ്പാണ്? വ്യോമയാനം കൈകാര്യം ചെയ്യുന്നതാണ് നമ്മുടെ റാം മോഹൻ നായിഡു. അപ്പൊ ഇവരുടെയൊക്കെ ഫോട്ടോ ഞാൻ വെച്ചേക്കുന്നത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ കണ്ടാൽ മനസ്സിലാണ്. എന്ന് വെച്ചാൽ നാളെ നിങ്ങളുടെ നാട്ടിൽ വരുമെന്നല്ല പറഞ്ഞത്, പത്രത്തിലോ വാർത്തയിലോ ഇങ്ങനെയൊക്കെ ഒരാൾ ഒന്ന് മൈക്കും പിടിച്ചിട്ട് സംസാരിച്ച് ചെയ്ത് മറ്റവരാണെന്ന് എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിൽ ഒരു ഇമേജ് വരണം. ഓക്കെ, അപ്പൊ റാം മോഹൻ നായിഡു കൈകാര്യം ചെയ്യുന്നത് വ്യോമയാനമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് നമുക്കുള്ളതാണ് അശ്വനി വൈഷ്ണവ്. ഏത് വകുപ്പാണെന്ന് അറിയാമോ? റെയിൽവേ, വാർത്താ വിതരണ, പ്രക്ഷേപണം കേട്ടോ. അപ്പൊ അശ്വനി വൈഷ്ണവ് ഏതൊക്കെയാണ്? റെയിൽവേയും വാർത്താ വിതരണ പ്രക്ഷേപണവും കൈകാര്യം ചെയ്യുന്നത് അശ്വനി വൈഷ്ണവാണ്. അശ്വനി വൈഷ്ണവ് റെയിൽവേയും അതുപോലെ തന്നെ വാർത്താ വിതരണ
പ്രക്ഷേപണവുമാണ്. ഓക്കെ, ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് കണ്ടെത്താൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ പറയാത്ത ഏതെങ്കിലും ആൾക്ക് വകുപ്പുകളിൽ പറയാത്ത കോഡുകളുണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ നിങ്ങൾക്ക് യൂസ് ആവും, ബാക്കിയുള്ളവർക്ക് അത് പഠിക്കാനും കഴിയും. ഓക്കെ, അടുത്ത ആളെന്ന് പറയുന്നത് ഹർദീപ് സിംഗ് പുരിയാണ്. ആരാണ്? ഹർദീപ് സിംഗ് പുരി. കണ്ടാൽ നമ്മുടെ ഒരു മൻമോഹൻ സിംഗിന്റെ ഒരു കട്ടൊക്കെ ഉണ്ടെങ്കിലും ഇത് മൻമോഹൻ സിംഗ് അല്ല. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹമാണ് ഹർദീപ് സിംഗ് പുരി. ഹർദീപ് സിംഗ് പുരി കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയവും പ്രകൃതിവാതകവുമാണ്. ഈ ഹർദീപ് സിംഗ് പുരിയുടെ കീഴിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയാണ് ആര്? നമ്മുടെ സുരേഷ് ഗോപി കേട്ടോ. അപ്പൊ ഹർദീപ് സിംഗ് പുരിയാണ് ഏത്? പെട്രോളിയവും അതുപോലെ തന്നെ പ്രകൃതിവാതകവും. അപ്പൊ പുരി നമുക്ക് നോക്കാം. ഹർദീപ് സിംഗ് പുരി, അതിൽ പായാണ്. പെട്രോളിയത്തിലും പായുണ്ട്, പ്രകൃതിവാതകത്തിലും പായുണ്ട്, പുരിയിലും പായുണ്ട്. അപ്പൊ ഏതാണ്? ഹർദീപ് സിംഗ് പുരി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പെട്രോളിയം, പ്രകൃതിവാതകം, ഹർദീപ് സിംഗ് പുരി. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചേക്കാം, കുഴപ്പമില്ല. അടുത്ത് നമുക്ക് നോക്കാനുള്ളതാണ് മനോഹർ ലാൽ ഖട്ടർ. ഏതാണ്? മനോഹർ ലാൽ ഖട്ടർ. ഊർജവും അതുപോലെ തന്നെ നഗര വികസനവും കൈകാര്യം ചെയ്യുന്ന ആരാണ്? മനോഹർ ലാൽ ഖട്ടർ ആണ്. മനോഹർ ലാൽ ഖട്ടർ ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്? ഊർജവും അതുപോലെ തന്നെ നഗര വികസനവും കൈകാര്യം ചെയ്യുന്നത് മനോഹർ ലാൽ ഖട്ടർ ആണ്. നമുക്കറിയാം നഗരത്തിലൊക്കെ ഒരുപാട് ഗട്ടറൊക്കെ ഉണ്ട് അല്ലെ? നഗരത്തിലേക്ക് ഒരുപാട് ഗട്ടർ ഉണ്ട്. ഈ ഗട്ടറിലൊക്കെ വണ്ടിയിലൊക്കെ പോകാൻ നേരത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഊർജ്ജം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പോ മനോഹർ ലാൽ ഖട്ടർ ഏതൊക്കെയാണ്? നഗരത്തിലെ ഊർജ്ജം അല്ലെ? അപ്പൊ നഗര വികസനവും ഊർജവും കൈകാര്യം ചെയ്യുന്ന ആരാണ്? മനോഹർ ലാൽ ഖട്ടർ ആണ്. അടുത്ത വ്യക്തിയിലേക്ക് നമുക്ക് പോകാം. അടുത്ത് നോക്കാനുള്ളതാണ് ജതിൻ റാം മാഞ്ചി. ഓക്കെ, ജിതിൻ റാം മാഞ്ചി എന്നോ ജതിൻ റാം മാഞ്ചി എന്നോ ഒക്കെ പറയുക. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ചെറുകിട വ്യവസായമാണ്. നമുക്കറിയാം പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇഞ്ചിയും അതുപോലെ തന്നെ മാവിന്റെ തൈയും ഇഞ്ചിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചെറുകിട വ്യവസായമായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നത്, കൃഷി ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇഞ്ചി വിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ ജതിൻ റാം മാഞ്ചി. അപ്പൊ ഇഞ്ചി മാഞ്ചി ചെറുകിട വ്യവസായം, ഇഞ്ചി മാഞ്ചി ചെറുകിട വ്യവസായം. ഇപ്പൊ ജതിൻ റാം മാഞ്ചി ചെറുകിട വ്യവസായം. ഓക്കെ അല്ലേ? കുഴപ്പമില്ല. അടുത്ത വ്യക്തി നമുക്ക് നോക്കാം. അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. ഈ ശിവരാജ് സിംഗ് ചൗഹാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് കൃഷിയും കൂടാതെ ഗ്രാമവികസനം. ഏതൊക്കെയാണ്? കൃഷിയും ഗ്രാമവികസനവും കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഈ ഗ്രാമത്തിലൊക്കെ ഒരു വികസനം ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം? കൃഷി വേണം. നല്ല രീതിയിൽ കൃഷി ഉണ്ടെങ്കിൽ ഗ്രാമങ്ങളൊക്കെ വികസിക്കും അല്ലെ? അപ്പൊ ഗ്രാമങ്ങളൊക്കെ വികസിക്കും. ഗ്രാമങ്ങളൊക്കെ വികസിച്ചാൽ മാത്രമേ നമുക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ട് ചവയ്ക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാണ്? ചൗ 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 എന്ന് പറഞ്ഞ് നമുക്ക് ചവയ്ക്കാൻ പറ്റണമെങ്കിൽ അവിടെ എന്ത് വേണം? കൃഷി വേണം, ഗ്രാമവികസനം വേണം. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ശിവരാജ് സിംഗ് ചൗഹാനെ കൃഷിയും ഗ്രാമവികസനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കൃഷി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ചവയ്ക്കണം. ആ ചവയ്ക്കുക വെച്ചിട്ട് എന്ത് ചെയ്യുക? ചൗഹാനെ പിടിക്കുക. ഓക്കെ, ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി, ഗ്രാമവികസനം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വ്യക്തി, നമ്മുടെ അടുത്ത വ്യക്തി എന്ന് പറയുന്നത് മൻസുഖ് മാണ്ഡവ്യ. നമുക്കറിയാം നമുക്കൊരു ജോലിയൊക്കെ കിട്ടിയാലും മനസ്സിന് മൊത്തത്തിൽ ഒരു സുഖമാണ് അല്ലെ? വേറെ ഒന്നും പേടിക്കാനില്ലല്ലോ. നമുക്ക് പെണ്ണ് കെട്ടാം, ഫാമിലി ആവാം, സെറ്റിൽ ആവാം, കാർ വാങ്ങിക്കാം, ബൈക്ക് വാങ്ങിക്കാം, ഫ്രിഡ്ജ് വാങ്ങിക്കാം അല്ലെ? അപ്പൊ മനസ്സിന് മൊത്തത്തിൽ ഒരു സുഖം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ജോലി വേണം. സോ മൻസുഖ് മാണ്ഡവ്യ എന്ന് പറയുന്നത് തൊഴിലാണ് കേട്ടോ. അപ്പൊ മൻസുഖ് മാണ്ഡവ്യ ഏത് വകുപ്പാണ്? തൊഴിൽ വകുപ്പാണ്. നമ്മുടെ തൊഴിൽ വകുപ്പ് കേന്ദ്രമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മൻസുഖ് മാണ്ഡവ്യ. മനസ്സിനൊരു സുഖം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? തൊഴിലാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഈ ഒരു വീഡിയോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത വ്യക്തിയിലേക്ക് കടക്കാം. അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. നിങ്ങൾ പുഷ്പ സിനിമ കണ്ടിട്ടുണ്ടാവും. അതിനകത്തൊരു ബൻവർ സിംഗ് ഷെഖാവത്ത് ഉണ്ട്, നമ്മുടെ ഫഹദ് ഫാസിൽ അല്ലെ? ഫഹദ് ഫാസിൽ എന്താണ് ചെയ്യുന്നത്? പല സംസ്ഥാനങ്ങളിലായിട്ട് ഇങ്ങനെ ടൂർ അടിച്ചിങ്ങനെ നടന്നുകൊണ്ട് എന്ത് ചെയ്യാൻ? കള്ളക്കടത്തിന്റെ തടികളും കാര്യങ്ങളൊക്കെ പിടിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് വരുന്നത് അല്ലെ? അപ്പോ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സഞ്ചരിച്ച് നടക്കുന്ന ഒരു ഇങ്ങനെ ടൂർ അടിച്ച് നടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആര്? അതിനകത്ത് ബൻവർ സിംഗ് ഷെഖാവത്ത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു രീതിയിൽ ഓർത്തു വെക്കാം. ഗജേന്ദ്രം, ഗജം എന്ന് പറഞ്ഞാൽ ആന. ആനയെ വെച്ച് പറയുമ്പോൾ നമുക്കറിയാം ആന നമ്മുടെ സാംസ്കാരിക മൃഗമാണ് അല്ലെ? നമ്മുടെ സാംസ്കാരിക മൃഗമാണ് എന്ന് പറയുന്നത് ആന എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ആന നമ്മൾ ടൂറിസം സ്ഥലങ്ങളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആനയെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആന എന്ന് വെച്ചാൽ ഗജമാണ്. സോ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ബൻവർ സിംഗ് ഷെഖാവത്തിനെ പിടിക്കുക. അപ്പോൾ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനെ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആനയെ വെച്ച് പറയുന്നതായിരിക്കും കുറച്ചും കൂടി സിമ്പിൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗജം സംസ്കാരം,
ടൂറിസം. സിമ്പിൾ അല്ലേ? പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ആരാണ് ഈ പറയുന്ന സാംസ്കാരിക മന്ത്രി എന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിൽ വരണം. ഏതോ ഒരുത്തിങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് സംസ്കാരം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ആന വരും. ആന എന്ന് പറഞ്ഞാൽ ഗജം, ഗജം മീൻസ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ആ ഒരു എന്ത് ചെയ്യണം, ആ ഒരു മൈൻഡിൽ ഈ ഒരു സാധനം കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോക്കൽ കോഡുകളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ആരാണ്? അന്നപൂർണ്ണ ദേവി. ഈ അന്നപൂർണ്ണ ദേവി ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാമോ? വനിതയും ശിശുക്ഷേമവുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു സ്ത്രീ വരുമ്പോഴത്തേക്കും സ്ത്രീക്ക് ഏതൊക്കെയാണ് കൊടുക്കുന്നത്? വനിതയും ശിശുവായിരിക്കും അല്ലെ? അപ്പൊ വനിതയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വനിതാ വകുപ്പ് തന്നെ കൊടുക്കുന്നു. കൂടാതെ കുട്ടികളെയും കൈകാര്യം ചെയ്യാൻ ഏറ്റവും നല്ലത് ആര് തന്നെയാണ്? വനിതകൾ തന്നെയാണ്. സോ ശിശുക്ഷേമം ആർക്ക് കൊടുക്കുന്നു? അന്നപൂർണ്ണ ദേവിക്ക് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അടുത്ത വ്യക്തിയിലേക്ക് നമുക്ക് എടുക്കാം. അടുത്ത നമുക്കുള്ളത് ചിരാഗ് പാസ്വാൻ. എന്താണ്? ചിരാഗ് പാസ്വാൻ. ചിരാഗ് പാസ്വാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് യുവജനക്ഷേമവും കായികവുമാണ്. കണ്ടാലേ അറിയാം നമ്മുടെ രൺബീർ കപൂറിനെ പോലെ ഇരിപ്പുണ്ടല്ലേ? അപ്പോൾ പുള്ളിക്കാരനൊരു ചുളൻ ചെക്കനാണ്. അപ്പോൾ യുവജനക്ഷേമവും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഈ പറയുന്ന പയ്യന്മാർക്കാണ്, നമുക്ക് സ്പോർട്സിനോടൊക്കെ താല്പര്യം ആർക്കാണ്? പയ്യന്മാർക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ചിരാഗ് പാസ്വാന് നമ്മൾ എന്ത് ചെയ്യുന്നു? കായികവും അതുപോലെ തന്നെ യുവജനക്ഷേമവും കൊടുക്കുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ ഫേസ് ഒന്ന് ഓർത്തു വെച്ചേക്കുക, അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെച്ചേക്കുക. ചിരാഗ് പാസ്വാൻ, കായികം കൂടാതെ യുവജനക്ഷേമം. ഓക്കെ ആണേ? അപ്പോൾ അടുത്ത വ്യക്തിയിലേക്ക് പോവാം. നമ്മുടെ നെക്സ്റ്റ് വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? HD കുമാരസ്വാമി. ഈ കുമാരസ്വാമിക്ക് ഒരു ഇരട്ട പേരുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇരുമ്പ് കുമാരൻ അല്ലെങ്കിൽ ഉരുക്ക് കുമാരൻ എന്നറിയപ്പെടുന്നതാണ് ആര്? നമ്മുടെ കുമാരസ്വാമി. എങ്ങനെയാണ്? ഉരുക്ക് കുമാരൻ എന്നാണ് അദ്ദേഹത്തെ നാട്ടിൽ അറിയപ്പെടുന്നത്. അപ്പോ നമ്മുടെ ഉരുക്ക് വ്യവസായവും അല്ലെങ്കിൽ ഉരുക്കിന്റെ കാര്യങ്ങളും ഖനിയും, നമുക്കറിയാം ഉരുക്കൊക്കെ ഉണ്ടാക്കുന്ന എവിടെ നിന്നാണ്? വലിയ വലിയ ഖനി വ്യവസായങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഉരുക്കൊക്കെ ഉണ്ടാക്കുന്നത്. സോ നമ്മുടെ എന്താണ് ഖനിയുടെ വകുപ്പും അതുപോലെ തന്നെ വ്യവസായ വകുപ്പും ഉരുക്കിന്റെ വകുപ്പും ഒക്കെ കൊടുക്കുന്ന ആൾക്ക് തന്നെയാണ് നമ്മുടെ ഉരുക്ക് കുമാരനാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? കണ്ടാലേ അറിയാം. നമുക്ക് ഉരുക്ക് മുഷ്ടിയൊക്കെ ഉണ്ടല്ലേ? കണ്ടില്ലേ കയ്യില് ഒരു വാച്ചൊക്കെ കെട്ടിട്ട് ഒരു ഉരുക്ക് മുഷ്ടിയല്ലേ? അപ്പോ ഉരുക്ക് കുമാരൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഉരുക്ക് കുമാരസ്വാമി കേട്ടോ, ഉരുക്ക് കുമാരസ്വാമി. ഓക്കെ, അടുത്ത വ്യക്തിയിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത വ്യക്തി കിരൺ റിജിജു. അപ്പോൾ കിരൺ റിജിജു കൈകാര്യം ചെയ്യുന്നത് പാർലമെന്ററി കാര്യവും ന്യൂനപക്ഷ ക്ഷേമവുമാണ്. ഏതൊക്കെയാണ്? കിരൺ റിജിജു കൈകാര്യം ചെയ്യുന്നത് പാർലമെന്ററി കാര്യവും കൂടാതെ ന്യൂനപക്ഷ ക്ഷേമവുമാണ്. മറക്കുവോ? കിരൺ റിജിജു പാർലമെന്ററി കാര്യവും കൂടാതെ ന്യൂനപക്ഷ ക്ഷേമവുമാണ്. ഓക്കെ, ഇനി നമുക്കുള്ളത് പരിസ്ഥിതി. നമുക്കറിയാം ഭൂമിയുടെ ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതി തന്നെയാണ് അല്ലെ? ഭൂമി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ എന്ത് ചെയ്യണം? നല്ലൊരു പരിസ്ഥിതി വേണം. സോ ഭൂപേന്ദർ യാദവ് ഭൂമിയില് പരിസ്ഥിതി വേണം. പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ്? നമ്മുടെ ഭൂപേന്ദർ യാദവ് ആണ്. മറക്കുവോ? മറക്കത്തില്ല. ഭൂപേന്ദർ യാദവ് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്കുള്ളത് സർബാനന്ദ സോനോവാൾ കൈകാര്യം ചെയ്യുന്നത് തുറമുഖം ഷിപ്പിംഗ് ജലം. ഓക്കെ, തുറമുഖം ഷിപ്പിംഗ് ജലം വെള്ളമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. തുറമുഖത്തിലും ഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? വെള്ളം വേണം. സോ വെള്ളം സർബാനന്ദ സോനോവാൾ. നമുക്കറിയാം സർബത്ത് ഉണ്ടാക്കുന്ന സർബത്തിൽ നമ്മൾ ഏറ്റവും വലിയ കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വെള്ളം തന്നെയാണ്. അപ്പൊ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വേണം. വെള്ളം മീൻസ് വെള്ളം വകുപ്പ് മന്ത്രി, ജലവകുപ്പ് മന്ത്രി. ജലത്തിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ജലം ഉണ്ടെങ്കിലേ തുറമുഖമുള്ളൂ, തുറമുഖം ഉണ്ടെങ്കിലേ കപ്പലുള്ളൂ. സോ സർബത്തിൽ എന്ത് വേണം? വെള്ളം വേണം. സർബത്ത് മീൻസ് സർബാനന്ദ സോനോവാൾ അല്ലെ? അപ്പൊ സോഡാ സർബത്ത് എന്ന് പഠിച്ചു വെച്ചാലും സോ അടപ്പുണ്ട്. ഓക്കെ, അപ്പൊ സോഡാ സർബത്ത്, സർബാനന്ദ സോനോവാൾ. ഇതൊക്കെ BJP-ക്കാർ കണ്ടാലും എനിക്ക് അടി തരുമെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. സർബാനന്ദ സോനോവാൾ എന്ന് പറഞ്ഞാൽ തുറമുഖം ഷിപ്പിംഗ് ജലം. മറക്കുവോ? ഈ സർബാനന്ദ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സർബത്ത് പിടിക്കണം. സർബത്തിൽ വെള്ളമുണ്ട്. സോ ജലവകുപ്പ് മന്ത്രി. മറക്കത്തില്ല, മറക്കരുത്. ഓക്കെ, അടുത്ത ആളിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത് നമുക്കുള്ളത് ആരാണ്? ജ്യോതിരാദിത്യ സിന്ധ്യ. മതി നിന്റെ ക്ലാസ് മതി എന്നാണ് ജ്യോതിരാദിത്യ സിന്ധ്യ പറയുന്നത്. ഓക്കെ, അപ്പൊ ജ്യോതിരാദിത്യ സിന്ധ്യ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് ടെലികോം ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടെലികോം വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. മറക്കുവോ? മറക്കത്തില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഇത്രയും പേരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കേന്ദ്രമന്ത്രിമാരായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് ആദ്യത്തെ വ്യക്തി മുതൽ അവസാനത്തെ വ്യക്തി വരെ ഒന്നും കൂടി പറയുകയാണ്. നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നരേന്ദ്രമോദി പേഴ്സണൽ മന്ത്രാലയം, പബ്ലിക് പരാതി പെൻഷൻ, അറ്റോമിക് എനർജി, ബഹിരാകാശ വകുപ്പ്. നമ്മുടെ സുരേഷ് ഗോപി ഏതാണ്? സുരേഷ് ഗോപി പെട്രോളിയം അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം കൂടാതെ ടൂറിസത്തിന്റെയും സഹമന്ത്രിയാണ്. കൂടാതെ നമ്മൾ അടുത്ത് പറഞ്ഞു ജോർജ് കുര്യൻ. നമുക്കറിയാം ന്യൂനപക്ഷ കാര്യങ്ങളുടെ സഹമന്ത്രി. കൂടാതെ മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം ആരാണ്? നമ്മുടെ ഈ പറയുന്ന ജോർജ് കുര്യനാണ്. ഇനി നമുക്ക് നോക്കാനുള്ള ആരാണ്? അമിത്ഷാ ആഭ്യന്തരം അറിയാം.
രാജ്നാഥ് സിംഗ് രാജാവ് പ്രതിരോധം അറിയാം. പിന്നെ പറഞ്ഞു നിർമ്മല സീതാരാമൻ ധനകാര്യം അറിയാം. JP നഡ്ഡ നടന്നാൽ ആരോഗ്യം കിട്ടും, സോ JP നഡ്ഡ. ജയശങ്കർ വിദേശകാര്യം അറിയാം. നിതിൻ ഗഡ്കരി ഫോർ ഗതാഗതം അറിയാം. പിന്നെ പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ, ധർമ്മം പ്രദാനം ചെയ്യണമെങ്കിൽ വിദ്യാഭ്യാസം വേണം, സോ ധർമ്മേന്ദ്ര പ്രധാൻ. പീയൂഷ് ഗോയൽ, ഗോ മീൻസ് പോവുക, വാണിജ്യത്തിലാണ് നടക്കുന്നത്, ട്രേഡിലാണ് നമ്മൾ സാധനങ്ങൾ പറഞ്ഞു വിടുന്നത്, സോ എന്താണ് പീയൂഷ് ഗോയൽ വാണിജ്യമാണ്. പിന്നെയുള്ളത് രാംമോഹൻ നായിഡു വ്യോമയാനം. പിന്നെയുള്ളത് ആരാണ്? അശ്വിനി വൈഷ്ണവ്. ഏതൊക്കെ വരുന്നുണ്ട്? റെയിൽവേ, വാർത്താ വിതരണ പ്രക്ഷേപണമൊക്കെ ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആരാണ്? ഹർദീപ് സിംഗ് പുരിയാണ്. ഹർദീപ് സിംഗ് പുരിയെ നമുക്കറിയാം. ഹർദീപ് സിംഗ് പുരിയിൽ ഒരു പായുണ്ട്. ആ പാ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പെട്രോളിയത്തിനെയും പ്രകൃതിവാതകത്തിനെയും പറയുന്നു. നമ്മുടെ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ വകുപ്പിന്റെ സഹമന്ത്രിയായിട്ടാണ്. അറിയാന്നുള്ള കേസാണ്. ഇനിയുള്ളത് ആരാണ്? മനോഹർ ലാൽ ഖട്ടർ അല്ലെങ്കിൽ ഗട്ടർ ഉള്ളത് എവിടെയാണ്? നമ്മുടെ നഗരങ്ങളിലാണ്. നഗരങ്ങളിലൂടെ ഗട്ടറിൽ വീഴുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ ഊർജ്ജം പോകും. സോ മനോഹർ ലാൽ ഖട്ടർ എന്ന് പറയുന്നത് ഊർജ്ജ നഗരവികസന വകുപ്പ് മന്ത്രിയാണ്. പിന്നെ പറഞ്ഞു നമ്മുടെ ജതിൻ റാം മാഞ്ചി ഫോർ ഇഞ്ചി. ഇഞ്ചി എന്ന് പറയുന്നത് എന്താണ്? ഇഞ്ചി കൃഷി എന്നൊക്കെ പറയുന്നത് ചെറുകിട വ്യവസായമാണ്. സോ ജതിൻ റാം മാഞ്ചിയാണ് ചെറുകിട വ്യവസായ വകുപ്പ് മന്ത്രി. പിന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ. നമുക്ക് ചൗ എന്ന് പറഞ്ഞ് ചവയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭക്ഷണം വേണം അല്ലെ? ഭക്ഷണം വേണം, കൃഷി വേണം. കൃഷി വേണമെങ്കിൽ എന്ത് ചെയ്യണം? കൃഷി ഉണ്ടെങ്കിൽ അവിടെ ഗ്രാമവികസനം ഉണ്ടാകും. സോ ശിവരാജ് സിംഗ് ചൗഹാൻ കൈകാര്യം ചെയ്യുന്നത് കൃഷിയാണ്. ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഇനി നമുക്കുള്ളത് ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. മനത്തിനൊരു സുഖം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊരു സുഖം വേണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? തൊഴിൽ കിട്ടണം, ജോലി കിട്ടണം. സോ മൻസുഖ് മാണ്ഡവ്യ ഓക്കെയാണ്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഗജം മീൻസ് ആന. ആനയുള്ളത് എവിടെയാണ്? ടൂറിസത്തിലാണ്. കൂടാതെ നമ്മുടെ ആന എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക മൃഗമൊക്കെയാണ് അല്ലെ? സോ എന്ത് ചെയ്യുക? ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനെ പഠിച്ചു വെക്കാം. അന്നപൂർണ ദേവി നമുക്കറിയാം ഒരു സ്ത്രീയാണ്. സോ വനിതാ വകുപ്പ്. കൂടാതെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളാണ്. കൂടാതെ അതുകൊണ്ട് തന്നെ ശിശുക്ഷേമവും കൈകാര്യം ചെയ്യുന്നത് അന്നപൂർണ ദേവിയാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ചിരാഗ് പാസ്വാൻ. നമുക്കറിയാം ഒരു കൊച്ചു പയ്യൻ അല്ലെ? ഒരു രൺബീർ സിംഗിന്റെ ഒക്കെ കട്ടുള്ള ഒരു യുവാവാണ് അല്ലെ? സോ യുവജനക്ഷേമം അതുപോലെ തന്നെ കായികമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? നമ്മുടെ ചിരാഗ് പാസ്വാനാണ്. കൂടാതെ നമ്മുടെ ഉരുക്ക് കുമാരസ്വാമി. നമുക്കറിയാം ഉരുക്ക് വകുപ്പ്, ഖനി അതുപോലെ തന്നെ വ്യവസായമൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? HD കുമാരസ്വാമിയാണ്. പിന്നെയുള്ളത് കിരൺ റിജിജു. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്ന പാർലമെന്ററി കാര്യവും കൂടാതെ ന്യൂനപക്ഷ ക്ഷേമവും കൈകാര്യം ചെയ്യുന്ന ആരാണ്? നമ്മുടെ കിരൺ റിജിജു ആണ്. അതും ഓക്കെയാണ്. ഇനി നമുക്കുള്ളത് ഭൂപേന്ദർ യാദവ് കൈകാര്യം ചെയ്ത് നമുക്കറിയാം ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രകൃതിയാണ്. സോ ഭൂമി ഫോർ ഭൂപേന്ദർ ആൻഡ് പ്രകൃതി എന്ന് വെച്ചാൽ എന്താണ്? പരിസ്ഥിതി അല്ലെ? അപ്പോൾ ഭൂപേന്ദർ യാദവ് പരിസ്ഥിതിയാണ്. നമുക്കിനിയുള്ളത് ആരാണ്? സർബാനന്ദ സോനോവാളാണ്. സർബാനന്ദ സോനോവാൾ എന്ന് വെച്ചാൽ നമുക്കറിയാം സോഡാ സർബത്ത് അല്ലെ? സോഡാ സർബത്തിന്റെ സോയും സർബത്തിന്റെ സർബായും. ഓക്കെ, അപ്പോൾ സർബത്തിൽ നമുക്കറിയാം ജലമുണ്ട്. സോ എന്താണ്? ജലവകുപ്പ്, ഷിപ്പിംഗ്, തുറമുഖമൊക്കെ കൈകാര്യം ചെയ്യുന്നത് സർബാനന്ദ സോനോവാളാണ്. ഇനി നമുക്കുള്ളത് ജ്യോതിരാദിത്യ സിന്ധ്യ കൈകാര്യം ചെയ്ത ടെലികോമാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSCയിലെ നമ്മുടെ കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകളും ആ പറയുന്ന വ്യക്തികളും. അപ്പൊ എന്തായാലും നമ്മൾ ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ 3.0 എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകൾ എല്ലാം നിങ്ങൾക്ക് ഏകദേശം ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. 1-2 തവണ എന്ത് ചെയ്യുക? സ്പീഡ് കൂട്ടി എന്നിട്ട് കണ്ടുനോക്കുക. ആ സമയം നിങ്ങൾക്ക് അത് കയറിയുന്ന സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിന്റെ ഒരു PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇട്ടേക്കാം. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ KFPSC എന്ന് വെച്ചാൽ നോളജ് ഫാക്ടറി PSC, അതിന്റെ ഷോർട്ട് ഫോം ആണ് KFPSC. അപ്പൊ ഈ പറയുന്ന KFPSC എന്ന് എന്ത് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്ററിൽ ടെലഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ കാണാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിലുള്ള ലിങ്ക് വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അതുകൂടി കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് പുതിയൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.